എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ വരാൻ പ്രത്യേക കാരണമുണ്ട്. നമ്മുടെ ആഡ്സെൻസ് കിട്ടിയിട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായില്ല. ആഡ്സെൻസ് കിട്ടിയിട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ആ ആഡ്സെൻസ് നമ്മൾ അഡ്രസ് വെരിഫിക്കേഷൻ കഴിഞ്ഞു. അപ്പോൾ ആഡ്സെൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ആണെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് തുടങ്ങാം. നമുക്ക് ഫേക്ക് നെയിമിലും കാര്യങ്ങളൊക്കെ തുടങ്ങാം. പക്ഷെ അത് ഗൂഗിൾ പൈസ തരുന്ന ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ ശരിക്കുള്ള ഒരു വ്യക്തിയാണെന്ന് ഗൂഗിൾ ഉറപ്പിക്കും. ഒരു അഡ്രസ് വെരിഫിക്കേഷൻ കഴിയും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ഗൂഗിൾ ആഡ്സെൻസ് അതൊരിക്കലും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യരുത്. നമ്മൾ ബ്രൗസറിൽ തന്നെ കയറി ആഡ്സെൻസിൽ കയറിയിട്ട് നമ്മുടെ ഡീറ്റെയിലും അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അക്കൗണ്ട് നമ്പർ കറക്റ്റായിട്ട് കൊടുക്കുക. അത് ഞാനിപ്പോൾ കറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഒരു ID വെരിഫിക്കേഷൻ വരും. ഈ ID വെരിഫിക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ എമൗണ്ട് നമുക്ക് $10 ആവുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് വരാം. തൊട്ട് മുമ്പ് വെച്ചാൽ ഞങ്ങൾക്ക് അതിന് മുമ്പായിട്ട് തന്നെ വന്നു വെരിഫിക്കേഷൻ വരും. അപ്പോൾ വെരിഫിക്കേഷൻ ആയിട്ട് ചോദിക്കുക ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ കുറച്ച് ഞാൻ ബെറ്ററായിട്ട് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ടിൻ്റെ ഏതൊക്കെ കോളം നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കണം. നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാമെന്ന് തോന്നുന്നു. എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഒരു ഓപ്ഷൻ. എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ഫോട്ടോ ആണ് കാണിച്ചത്. ഇങ്ങനെ ഞാൻ ലൈസൻസ് എടുത്തു. അപ്പോൾ ലൈസൻസ് എടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ലൈസൻസിൽ ലാമിനേറ്റഡ് കവറില്ലേ, അതിൻ്റെ അകത്തുനിന്ന് റിഫ്ലക്ഷൻ വരാൻ പാടില്ല. അപ്പോൾ ഒരു തവണ റിഫ്ലക്ഷൻ വന്നതിൻ്റെ പേരിൽ അത് വീണ്ടും അതപ്പം തന്നെ കേട്ടോ, അല്ലാതെ 2 ദിവസം കഴിഞ്ഞിട്ടല്ല, അപ്പം തന്നെ നമുക്ക് നോട്ട് ക്ലിയർ എന്ന് പറഞ്ഞ് വന്നു. വീണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്തു. അപ്പോൾ 3 ആഴ്ചയാണ് അവർ പറഞ്ഞത്. 3 ആഴ്ച കഴിഞ്ഞിട്ട് എത്ര ദിവസം വന്നത്? ഒരാഴ്ച ആയിട്ടില്ലുള്ളൂ. ഒരാഴ്ച ആയപ്പോഴത്തേക്കും നമുക്ക് ഇത് വന്നു കേട്ടോ, ഈ ആഡ്സെൻസിൻ്റെ ഇത് വന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ആഡ്സെൻസ് നിങ്ങൾ കാണിച്ചുതരാം. അപ്പോൾ ഇവിടെ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു ഭാഗത്ത് അഡ്രസ്സാണ് ഉണ്ടാവുക, ഈ ഭാഗത്ത് ഈ ആഡ്സെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് ആദ്യം നമ്മളിത് ഇതിലിരിക്കരുത്. 3 ആഴ്ച പറഞ്ഞില്ല. അപ്പോൾ തലേ ദിവസം ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവന്ന് ഇട്ട് നമ്മൾ വീട്ടിൽ ആളുണ്ടായില്ല ഇത് സ്വീകരിക്കാൻ. അപ്പോൾ നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് കൊണ്ടുവന്ന് ഇട്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഇത് കിട്ടിയിരുന്നില്ല. ഇത് നമ്മുടെ കാർപ്പറ്റിൻ്റെ അടിയിലാണ് ഇവർ കൊണ്ടുവന്ന് വെച്ചത്. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ നമ്മൾ പോയി അന്വേഷിക്കണമൊക്കെ കരുതി നിൽക്കുകയായിരുന്നു. അപ്പോൾ പുറത്ത് പോയി വന്നപ്പോൾ നമുക്ക് ഈ സാധനം കൊണ്ടുവന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇതിവിടെ മേലെ അടിയിൽ ഈ വശം ഇത്രയും സ്ഥലമാണ് കീറാനുള്ളത്. ഈ വശം കീറാനുള്ളതില്ല. അപ്പോൾ ഇവിടെ അവർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നമുക്കത് ജസ്റ്റ് ഒന്ന് കീറെടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ അത് സെക്യൂർ ആയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ക്ലിയർ ആവുന്നില്ല അല്ലേ? ഇങ്ങനൊരു ഓപ്ഷൻ വരും. ഇതാണ് ഇൻസ്ട്രക്ഷൻ, കാര്യങ്ങൾ എന്ത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നെ ഇവിടെ വരും കേട്ടോ. പിന്നെ ഞാൻ മറച്ചു പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതേപോലെ ഇവിടെ മാർക്കിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പെട്ടെന്ന് പുറത്തുനിന്ന് ആരും വായിക്കാതിരിക്കാൻ. അപ്പോൾ നമ്മുടെ അഡ്രസ് വെരിഫിക്കേഷൻ അങ്ങനെ കഴിഞ്ഞു. നമ്മുടെ മോണിറ്റൈസേഷൻ ആദ്യമേ കഴിഞ്ഞതാണ്. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അതിൽ നേരിട്ട് എൻ്റെ പേരിൽ ഇച്ചിരി ടൈം പിടിച്ചിരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് ഒന്ന് എന്താ പറയുക, കുറച്ചിനോട്, രണ്ടാമത് സബ്സ്ക്രൈബേഴ്സിനോടാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയെങ്കിലും ഇപ്പോൾ 4200 എന്നുള്ളത് ചെറിയൊരു സബ്സ്ക്രൈബർ അല്ല എന്നുള്ള വിശ്വാസമാണ്. അപ്പോൾ അത് കിട്ടിയതിന് ശേഷം നമ്മളൊരു Q&A എന്ന് പറഞ്ഞൊരു Q&A നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതിൽ കുറച്ച് ചോദ്യങ്ങൾ വെച്ചിട്ടുണ്ടായി. അതിൻ്റെ വീഡിയോ നമുക്ക് എത്ര ദിവസം കഴിഞ്ഞ് ചെയ്യാൻ പറ്റും? 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം കാര്യങ്ങളാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ സന്തോഷങ്ങൾ 5K ആയിട്ട് ആഘോഷിക്കാൻ നേരത്തെ അതെന്തായാലും നിങ്ങൾക്ക് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ആഘോഷമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതല്ല 5K ആകുമ്പോൾ കൂടി നമുക്ക് $10 ആയി കിട്ടിയാൽ മതിയായിരുന്നു. നമ്മൾ നോക്കുന്നുണ്ട് മാക്സിമം നമ്മുടെ വീഡിയോസ് ഇടുന്നുണ്ട്. $100 ആയില്ലേ? $100 ആണ്. $10 ആയല്ലോ. $10 ആയി. ഓക്കെ $100 $100. നേരത്തെ പറഞ്ഞപ്പോൾ മാറിപ്പോയിട്ടോ, 10 അല്ല $100 ആണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ആ സന്തോഷം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ തിരക്കിനിടയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈയിടെയായിട്ടാണ് നമ്മൾ ഫാമിലി വ്ളോഗിലോട്ടും കൂടി നമ്മൾ കിടന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മളത് ബാക്കി ആഘോഷങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഞാനത് എഡിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. നമ്മൾ ഈ സന്തോഷം അറിയുന്നതിന് മുമ്പ് നമ്മൾ ഓട്ടോറിക്ഷയിൽ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആ കാഴ്ചയിലാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ നാട്ടിൽ ഹൈവേയുടെ പണി നടക്കുകയാണ്. അപ്പോൾ ഞാനും വൈഫും കൂടിയും ഒന്ന് പുറത്ത് പോയതായിരുന്നു. മക്കൾ സ്കൂളിൽ പോയൊക്കെയാണ്. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വൈകുന്നേരം എന്തായാലും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മക്കളുണ്ടാവും. അപ്പോൾ രാവിലെ ഞങ്ങളായിട്ടൊന്ന് പുറത്ത് പോയതാണ്.
അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, അതിനൊക്കെ കൂടി ചേർന്ന് പോയതാണ്. ഇതാണ് ഞങ്ങളുടെ നാട്ടിൽ ഹൈവേ പണി നടക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരുവിധം സ്പീഡിൽ തന്നെ നടക്കുകയാണ്. അപ്പോൾ ഇതും കഴിഞ്ഞ് ചെന്നപ്പോഴായിരുന്നു നമുക്ക് ആ സന്തോഷ വാർത്ത കിട്ടിയത്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. 5 വർഷത്തെ വൈഫ് ഒന്ന് ഫോട്ടോ എടുത്താണ്. അപ്പൊ ഇന്നലെ വന്നപ്പോ ഇവിടെ ഇട്ടിരുന്നു ചേച്ചി. നമ്മളിത് പൊട്ടിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ല സൈഡ് കീറേണ്ടത്. ഇത്രയും ഈസി ആയിട്ട് കീറെടുക്കാം കേട്ടോ, വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇതേപോലെ തന്നെ കീറെടുക്കായിരുന്നു നോർമലായിട്ട്. അപ്പോൾ വീഡിയോ പിടിച്ചത് വൈഫാണ് കേട്ടോ. ഞങ്ങൾ കുറേ നാളൊരു 5 വർഷത്തോളം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട് ഇത് വരാനായിട്ട്. ഫസ്റ്റ് ആളുടെ മോണിറ്റൈസേഷനായിട്ട് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ശേഷം പിന്നെ കുറച്ച് മടിയൊക്കെ കാരണം വീഡിയോസൊക്കെ ചെയ്യാൻ നല്ല മടിയായിരുന്നു വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട്. പിന്നെ അതായത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്തോ വന്നതാണ് തോന്നുന്നല്ലേ, അങ്ങനെ എന്തോ റീയൂസ് കണ്ടന്റ് വന്നു. അപ്പം അങ്ങനെ പറ്റിപ്പോയതാണ്. ഞങ്ങൾ രണ്ടുപേരും ചെയ്ത വീഡിയോ ഒന്നായി പോയെന്നും പറഞ്ഞു. അതിപ്പോ മ്യൂസിക് ഒന്നും മാറ്റിയില്ല, അതും പറഞ്ഞാണ് നമുക്ക് കോപ്പിറൈറ്റ് അല്ല, 1 ടൈം യൂസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രൈക്ക് കിട്ടിയത്. അതിനുശേഷം ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് വീണ്ടും ഇപ്പോൾ മോണിറ്റൈസേഷനൊക്കെ ആയത്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഇത് പിള്ളേരെ കൊണ്ട് ഞങ്ങൾ പുറത്തു വന്നതാണ്. വൈകുന്നേരം ഇപ്പൊ ഞങ്ങൾ പുറത്ത് പോയിരുന്നു. ഞങ്ങൾക്ക് പിള്ളേരൊക്കെ എക്സാം കഴിഞ്ഞ ദിവസമായിരുന്നു. കഴിഞ്ഞ് വരുമ്പോഴേക്കും അവർക്ക് എന്തെങ്കിലും നല്ലോണം എക്സാം ഒക്കെ എഴുതിക്കാൻ എന്തെങ്കിലും ടോയ്സ് ഒക്കെ മേടിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറയാറുണ്ട്. ഇളയാള് കുറച്ചൊന്ന് മടിയാണ് പഠിക്കാനായിട്ട്, ഇതാണ് ഇളയാള്. അപ്പോൾ അവനിക്ക് നന്നായി പഠിക്കാനായിട്ട് ഇരുന്നാൽ ഞാൻ എന്തെങ്കിലും ഇതേപോലെ ടോയ്സ് ഒക്കെ നമ്മൾ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരാറുള്ളത്. ഈ ഒരു കടയിൽ നമ്മൾ സ്ഥിരമായിട്ട് പോവാറ്, ഈ ഒരു കടയിൽ സ്ഥിരം കയറാറ്. ഈ കട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള കടയാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നിന്നാകുമ്പോഴേക്കും നമുക്ക് അധികം റേറ്റുള്ള ഒന്നും നോക്കി നടക്കേണ്ടി വരില്ല. അല്ലാണ്ട് ടോയ്സിൻ്റെയൊക്കെ കടകളിൽ കൊണ്ടുവരണമെങ്കിൽ അവർ പറയുന്നതിൻ്റെയൊക്കെ നല്ല വിലയായിരിക്കും, നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ പറയുന്നതൊക്കെ. ഇവിടെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്തൊരു റേറ്റിൽ ഇവിടുത്തെ ചേട്ടന് ഞങ്ങൾക്ക് തരാറുണ്ട് കേട്ടോ. മാത്രമല്ല ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടിയാണത്, എൻ്റെ ഉമ്മയുടെ കൂടെ പഠിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ നവ്യ ബേക്കറിയിൽ പോയിരുന്നു. അപ്പോൾ ഇതൊന്നും പരസ്യമല്ല കേട്ടോ, കാരണം നമ്മൾ സ്ഥിരം പോകുന്ന മെസ്ബാൻ അല്ലെങ്കിൽ നവ്യ കൊടുങ്ങല്ലൂരത്തെ 2 ബേക്കറികളാണ്. അങ്ങനെ ഈ നിൽക്കുന്ന ചേച്ചിക്ക് മനസ്സിലായി ഞാനൊരു യൂട്യൂബറാണെന്ന്. ആദ്യമായിട്ട് യൂട്യൂബറാണെന്ന് മനസ്സിലാക്കിയൊരു മൊമെന്റ്. എങ്ങനെയുണ്ടായിരുന്നു ആ മൊമെന്റ്? എങ്ങനെയുണ്ടായിരുന്നു? ചോദിച്ചു യൂട്യൂബ് ചാനൽ ഉണ്ടോന്ന് ചോദിച്ചു. നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 4K അല്ലേ, 4K ആയിട്ടുള്ളൂ. എന്നാലും ഭയങ്കര സന്തോഷം. പക്ഷെ എത്ര ആവാനായിട്ട് ആൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് കുറേ ഫസ്റ്റ് ഇങ്ങനെ ഓരോ യാത്രകളൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനി ഉണ്ടാവും ആ വീഡിയോ ഇനി ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ഫാമിലി വ്ളോഗ് ചെയ്യാം. അപ്പം അങ്ങനെ ഉണ്ടോ അത് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. ഫസ്റ്റ് നല്ല മടിയുണ്ടായിരുന്നു, നല്ല ചമ്മലുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് അതൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കളക്ഷൻസ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരൊറ്റ സ്പോട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനം മേടിച്ച് നമുക്ക് ഇറങ്ങാം. ഇപ്പോൾ ബേക്കറി ആയാലും ചായക്കട പലഹാരമായാലും വരെ കിട്ടും നമുക്ക്. അങ്ങനെ ആ ബേക്കറിയിലെ കേക്കും കാര്യങ്ങളൊക്കെ കണ്ട് നടക്കണം. അപ്പോൾ കേക്കിൻ്റെ ഒക്കെ വില വെച്ചപ്പോൾ നല്ല ക്വാളിറ്റി കേക്കാണ്, അതനുസരിച്ചുള്ള വിലയുണ്ട് കേട്ടോ. 75 രൂപയാണോ ഒരു പീസിന് പറഞ്ഞത്? ഒരു പീസിന് 75 രൂപയാണ് ഒരു കട്ട് ചെയ്ത പീസിന് പറഞ്ഞത്. ആ ക്വാളിറ്റി നമുക്ക് കാണാനുണ്ട് കേട്ടോ ഇവരെ ഫുഡിൽ. അപ്പോൾ ഇത് പരസ്യമായിട്ടൊന്ന് കണക്കാക്കണ്ട കേട്ടോ. നമുക്ക് എന്താ പറയുക, ബോധിച്ച സ്ഥലങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് കയറുന്നൊരു സ്റ്റൈലുണ്ട്. ഞങ്ങൾ എല്ലാ കടയിലും റൗണ്ട് ചെയ്ത് കയറും കേട്ടോ, അല്ലാതെ ഒരു കട മാത്രമായിട്ട് അങ്ങനെ കയറില്ല. ഒരുവിധം ക്വാളിറ്റി തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 5 ബേക്കറി ക്വാളിറ്റി തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഒരു തവണ ഇത് ഇവിടുന്ന് മേടിച്ച അടുത്ത തവണ മെസ്ബാനിന്ന്, അതിൻ്റെ അടുത്ത തവണ അതിനടുത്ത ബേക്കറിയിൽ നിന്ന്, സുപ്രീമിന്ന്. അങ്ങനെ കൊടുങ്ങല്ലൂരുള്ള ഒട്ടുമിക്കവാറും ബേക്കറിക്കാർക്കൊക്കെ നമ്മൾ കച്ചവടം കൊടുക്കും കേട്ടോ. ചെറുതെങ്കിൽ ഇപ്പോൾ ഒരു 300 രൂപ കച്ചവടം, 300 രൂപ കച്ചവടം. ഇപ്പോൾ ഒരാൾ മാത്രം എന്താ പറയുക വിജയിച്ച് നിൽക്കുന്ന കാര്യമില്ലല്ലോ, അപ്പോൾ എല്ലാവരും ജീവിക്കാനല്ലേ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കയറും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനിരുന്ന് ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോൾ നേരത്തെ കണ്ട ആ പുള്ളിക്കാരിക്ക് മാത്രം മനസ്സിലായി യൂട്യൂബറാണെന്ന്. ഇതിനിടയ്ക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട്, ഞങ്ങൾക്ക് ബമ്പർ അടിച്ചിരുന്നു. അപ്പോൾ ബമ്പർ അടിച്ചു 500 രൂപ. ഇതാണ് പിന്നെ ഞങ്ങളടുത്ത ആസ്ഥാന മുടിവെട്ട് ചേട്ടൻ അനിൽ ചേട്ടൻ എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ എൻ്റെ മുടി തുടങ്ങി എൻ്റെ മക്കളുടെ മുടിയും, ഇപ്പം എൻ്റെ ഇക്കാടെ മുടി തുടങ്ങി എൻ്റെ ഇക്കാടെ മക്കളുടെ മുടിയും, എല്ലാവരും മുടിയും വെട്ടുന്നത് പുള്ളിക്കാരനാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് അധികം വെട്ടിക്കാറില്ല, കാരണം പുള്ളിക്കാരന്
എൻ്റെ ഉമ്മ പറഞ്ഞ ഓർമ്മ വെച്ച് ഇപ്പോഴും എന്നെ കണ്ടാലപ്പോൾ പറ്റ വെട്ടി വിടും മുടി. ഇപ്പോൾ സ്റ്റൈലായിട്ടൊന്ന് ഈരണം ചേട്ടാ കുറച്ച് ഫ്രണ്ടിൽ മുടി വെക്കാൻ പറഞ്ഞാൽ അതൊന്നുമില്ല, പണ്ട് ഉമ്മ പറഞ്ഞിട്ടുണ്ട് പറ്റ വെട്ടിക്കോളാൻ. ആ ഓർമ്മയിലാണ് പുള്ളി ഇപ്പോഴും വെട്ടുന്നത്. അപ്പോൾ മക്കളെ മുടിയൊക്കെ വൈഫ് ഇവിടെ തന്നെ വെട്ടിക്കുള്ളൂ. വേറൊന്നും കൊണ്ടല്ല വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്ത ആൾക്ക് കുറച്ച് അലർജി സംബന്ധമായിട്ട് അസുഖങ്ങളുള്ള കാരണം മുടി വളർന്നാലും ആൾക്ക് ചുമ വരും പെട്ടെന്ന്. അപ്പം നമുക്ക് 2 ദിവസമൊക്കെ ആയിട്ട് ചുമയും. ഇളയാളെ വെട്ടുന്നത് ഒരു ടാസ്ക്കാണ്. ഇളയ ആൾക്ക് പിന്നെ മുടി വെട്ടണമെന്ന് ഇഷ്ടമല്ലല്ലോ, അവൻ്റെ മുടി കുറച്ച് വളർത്തണമെന്നാണ് ഇഷ്ടം. പിന്നെ പതിവ് പോലെ ഏകദേശം ഒരു മാസത്തിൽ 2 തവണയെങ്കിലും ഞങ്ങൾ ഈ ക്രാഫ്റ്റിൽ വരും. ഇത് കുട്ടികൾക്ക് മാത്രമുള്ള കൊടുങ്ങല്ലൂരത്തെ ആശുപത്രിയാണ് കേട്ടോ. ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൻ്റെ പീഡിയാട്രിക് വിഭാഗമാണ്. ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ പൊടി അലർജി ആയിട്ട് പിള്ളേരെ കൊണ്ടുവന്നതാണ് നമ്മൾ. അപ്പോൾ ഈ സമയത്ത് കാണാൻ പറ്റിയില്ല, ഈ സമയത്ത് വന്നപ്പോൾ കാണാൻ പറ്റിയില്ല. ഡോക്ടർ NICUയിൽ ഒരു കുട്ടിക്ക് സീരിയസ് ആയിട്ട് പോയേക്കായിരുന്നു. നമ്മളാ എന്താ പറയുക, ആ കുട്ടിയും രക്ഷപ്പെട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിൽ പോയി. രാത്രി 9 മണിക്കാണ് പിന്നെ തിരിച്ചു ചെന്ന് 9 മണിയായപ്പോഴാണ് നമ്മൾ തിരിച്ചു ചെന്ന് നമുക്ക് കാണാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ കയറിപ്പോകുന്നതാണിത്. ഈ കയറിപ്പോക്ക് മാത്രമേ ഉണ്ടായുള്ളൂ, പോയാൽ അതേ വഴി തന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഡോക്ടറെ കാണാൻ പറ്റുമെന്ന്. ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ, കാരണം എപ്പോഴും പീഡിയാട്രിക്കയിൽ ഒരു ഡോക്ടർ ഉണ്ടാവും കേട്ടോ. ഇത് തൊട്ടടുത്തുള്ള മോഡേൺ ഹോസ്പിറ്റൽ, ഇതിൻ്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലാണ് ഞങ്ങൾ പൊതുവെ പർച്ചേസിങ്ങിന് കയറാറ്. അപ്പോൾ നേരത്തെ പറഞ്ഞ മെസ്ബാൻ പറഞ്ഞില്ലേ, അവർക്കുണ്ട് സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ അവിടെയും കയറും ഇവിടെയും കയറും. അപ്പോൾ ഇവിടെ പാർക്കിംഗ് ഇത്തിരി നമുക്ക് സൗകര്യമാണ്. നമ്മുടെ ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യമാണ്. മാത്രമല്ല ഇപ്പോൾ ഇത്രയും നാളായില്ലേ ഇവരായിട്ട് നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ നമുക്കിപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ അടുക്കള പോലെ നമുക്ക് അല്ലേ പരിചയമായി. നമുക്ക് ഓടിച്ച് നിർത്താൻ മതി. നമുക്ക് ഇവിടുത്തെ പയ്യനോട് ചോദിക്കേണ്ട, ഇവിടെ ജോലിക്കുന്ന പെൺകുട്ടികളോടും ചോദിക്കേണ്ട ആവശ്യമില്ല, നേരെ ചാടിപ്പോയി എടുക്കുക തന്നെ. എല്ലാ സാധനവും നമ്മളെ എന്താ പറയുക കയ്യെത്തും ദൂരത്ത് നമുക്ക് പരിചയമായി കഴിഞ്ഞ്. അപ്പോൾ പിള്ളേർക്കുള്ള സാധനം നോക്കിയെടുക്കണം. കാരണം ഇന്ന് പ്രത്യേകിച്ച് ഒരു സന്തോഷമുള്ളൊരു ദിവസവും കൂടിയാണല്ല. 5 വർഷത്തെ കഷ്ടപ്പാടാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അധികം ഒന്നും പുലിപ്പിച്ച് പറയുന്നില്ല കേട്ടോ. ഇപ്പോൾ ശ്രമിച്ചാൽ നടക്കും അത് നടക്കും ഒന്നുമില്ല. നമുക്ക് ദൈവാനുഗ്രഹം കൂടിയും വേണം. അപ്പോൾ അതന്നെ ഭാഗ്യവും കൂടിയും വേണം. ആ ഒരു ദൈവാനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം കിട്ടും. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ നമുക്ക് യോഗമില്ലേ, നമ്മൾ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല. കാരണം ഞങ്ങളെങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ അല്ലെങ്കിൽ വിജയിക്കാതെ നിൽക്കുന്ന അല്ലെങ്കിൽ ഒന്നും ആവാൻ പറ്റാതെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഇത് കേൾക്കുന്നുണ്ടാവും. അവരെ കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണ് അല്ലേ. ഒരു നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ടൈമിലാണ് നമുക്ക് എന്താ പറയുക ഈ ഒരു കടലാസും വെരിഫിക്കേഷനും മോണിറ്റൈസേഷനും ഒക്കെ ആയത്. അത് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. കുറച്ചാൾ മടി പിടിച്ചു. ഇപ്പോൾ ഫാമിലി വ്ലോഗിലും മടി മാറി വരുന്നുള്ളൂ. ഇനി മുഖം കാണിച്ച് സംസാരിച്ച് തുടങ്ങാം. അതിൻ്റെ ട്രെയിലാണ് നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കം കണ്ടത്. സംസാരിച്ച് ആ മടിയൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ടിരിക്കണം. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. അപ്പോൾ ഫാമിലി വ്ലോഗും ഒന്ന് സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരണം. അപ്പോൾ അതാകുമ്പോൾ വൈഫ് ചെയ്തോളും. അപ്പോൾ എനിക്ക് ട്രാവൽ വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇഷ്ടമുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ബില്ലടിക്കാൻ കൊടുത്ത് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ക്യാമറ ഇനി ഇരുട്ടത്ത് അധികം കാണാത്തതിൻ്റെ പേരിൽ. അപ്പോൾ ഇത്രയേറെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.